വേറെ എല്ലാം പറഞ്ഞു. ആ തീരുമാനം ഇപ്പൊ വന്നപ്പോ ആരോട് നമ്മൾ 7 മണിക്ക് അവിടെ പത്രക്കാരെ കാണാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിലിടക്ക് ഇടുന്ന് ചൊട്ടിയാൽ പാർട്ടിയുടെ തീരുമാനം ഏത് തീരുമാനമായാലും അച്ചടക്കത്തോടു കൂടി കെ സുധാകരൻ അംഗീകരിക്കും. മനസ്സിലായില്ലേ? ഞാനൊരു സ്ഥാനം കണ്ട് കോൺഗ്രസിൽ വന്നതല്ല, ഞാൻ കോൺഗ്രസിനെ കണ്ടിട്ട് വന്നതാണ്. കോൺഗ്രസ് പാർട്ടി ഉള്ളിടത്തോളം കാലം ഞാൻ കോൺഗ്രസിലുണ്ടാവും. അന്ന് തുടരണം എന്ന് പറഞ്ഞു ഭയങ്കര പോസ്റ്ററുകളൊക്കെ അതൊക്കെ ഉണ്ടാവും. അതൊക്കെ ആഗ്രഹങ്ങൾ പലർക്കും പലതുണ്ടാവും. അതൊന്നും കുഴപ്പമില്ല. ഇനി നമ്മൾ സംസാരിക്കുന്നത് പോയാ നീ പോയാ ഇപ്പോൾ വന്ന തീരുമാനം എന്തായാലും കെ സുധാകരൻ അംഗീകരിക്കുന്നുണ്ട്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒന്നുമല്ല, സ്ഥാനം മോഹിച്ചാൽ താൻ കോൺഗ്രസിനെ കണ്ടിട്ടാണ് വന്നത്, എടുത്ത തീരുമാനം അംഗീകരിക്കുന്നുണ്ട്. അതെ, എന്തായാലും പാർട്ടി എന്ത് പറയുന്നു അതൊക്കെ അച്ചടക്കത്തോടു കൂടി തന്നെ കെ സുധാകരൻ അനുസരിക്കുമെന്ന് കെ സുധാകരൻ തന്നെ പറയുകയാണ്. ഫെലിക്സ് ഉണ്ട് വിവരങ്ങളുമായിട്ട്. ഫെലിക്സ്, ലാസ്റ്റ് അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, അതിവൈകാരികമായിരുന്നു അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം. ആ തരത്തിലാണ് സംസാരിച്ചത്. ഞാൻ തന്നെ തുടരുമെന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ തീരുമാനം വന്നു കഴിഞ്ഞപ്പോൾ അടുത്ത വാർത്താ സമ്മേളനം അദ്ദേഹം നടത്തുമെന്ന് പറയുന്നുണ്ട്. കൂടുതൽ ചോദ്യങ്ങൾക്കോ വിവാദമാവുന്ന മറുപടികൾക്കോ ഒന്നും അദ്ദേഹം നിൽക്കുന്നില്ല. പാർട്ടിയുടെ തീരുമാനം അംഗീകരിക്കുന്നു, അനുസരിക്കുന്നു എന്ന് മറുപടി അല്ലേ? തീർച്ചയായിട്ടും അത് തന്നെയാണ് കെ സുധാകരൻ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് നേരത്തെ തന്നെ സുധാകരൻ പറഞ്ഞിരുന്നു പാർട്ടി എടുക്കുന്ന തീരുമാനം താൻ അംഗീകരിക്കുന്നു. പക്ഷേ സുധാകരന്റെ പ്രതീക്ഷ അദ്ദേഹം നേരത്തെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത് താൻ തന്നെ, അതായത് ഈ സർക്കാരിനെ താഴെ ഇറക്കും വരെ താൻ തന്നെയായിരിക്കും അധ്യക്ഷ പദവിയിൽ എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തതാണ്.